എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ മനോഹരവും എന്നാൽ കുറച്ച് സങ്കടം നിറഞ്ഞതുമായൊരു കഥയാണ്. ദക്ഷിണാഫ്രിക്കൻ എഴുത്തുകാരിയായ ജീനാം ലോപ്പെ എഴുതിയ ദ ടോയ്ലറ്റ്. പേര് കേട്ടിട്ട് എന്തു തോന്നുന്നു? ഒരു ടോയ്ലറ്റിനെ കുറിച്ചുള്ള കഥയോ? അതെ, പക്ഷേ ഇത് സാധാരണ ഒരു ടോയ്ലറ്റിന്റെ കഥയല്ല. ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങളുടെയും അതിജീവനത്തിന്റെയും കഥയാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. റെഡിയല്ലേ? കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയുടെ ഒരു ചിന്തയോടെയാണ്. ചിലപ്പോൾ മുതിർന്നവർ പറയുന്നത് കേട്ട് ഒരു നല്ല കുട്ടിയായി ജീവിച്ചാൽ മതിയെന്ന് അവൾക്ക് തോന്നുമായിരുന്നു. അവളുടെ അമ്മയുടെ ആഗ്രഹം പോലെ ഒരു ടീച്ചറോ നഴ്സോ ആകണമായിരുന്നു. ആളുകൾ ആ ജോലികളെയെല്ലാം ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത്. പക്ഷേ അവൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് ഉറപ്പില്ലായിരുന്നു. അവൾ അഭിനയത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിരുന്നു. പക്ഷെ അവളുടെ അമ്മ പറഞ്ഞ എന്താണെന്നോ? അവളെ പഠിപ്പിച്ചത് വെറുതെ ആയിപ്പോയി. കാരണം പഠിച്ച അറിവ് വെച്ച് എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവൾ മെട്രിക് പരീക്ഷ എഴുതിയ ശേഷം ഡിസംബർ അവധിക്കാലത്ത് ജോഹന്നാസ്ബർഗിലേക്ക് വന്നു. അവിടെ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താമെന്ന പ്രതീക്ഷയിൽ അവൾ അവിടെ തന്നെ തുടർന്നു. അവളുടെ ചേച്ചി ഓറഞ്ച് ഗ്രോവ് എന്ന സ്ഥലത്തൊരു വീട്ടുവേലക്കാരിയായി ജോലി ചെയ്യുകയായിരുന്നു. ചേച്ചിയുടെ റൂമിലാണ് നമ്മുടെ കഥാനായിക താമസിച്ചിരുന്നത്. ജോഹന്നാസ്ബർഗിൽ അവൾക്ക് ചേച്ചിയുടെ കൂടെ പള്ളിയിൽ പോകുന്ന കുറച്ച് സുഹൃത്തുക്കളെ അല്ലാതെ മറ്റാരെയും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഒരുപാട് ബോറടിയും ഒറ്റപ്പെടലും അനുഭവപ്പെട്ടു. എന്തൊരു കഷ്ടാണല്ലേ! ദിവസങ്ങളിൽ മാഡം കാണാതിരിക്കാൻ വേണ്ടി ചേച്ചി അവളെ മുറിയിൽ പൂട്ടിയിടുമായിരുന്നു. ആ വീട്ടിലെ മാഡം മിക്കവാറും സമയവും വീട്ടിൽ തന്നെ ഉണ്ടാവും. അവർ ഒന്നുകിൽ നഖം പോളിഷ് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുമായി ചായ കുടിക്കുകയായിരിക്കും, അതുമല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിന്റെ അടിയിൽ വേൽ കായുകയായിരിക്കും. ആ സ്വിമ്മിംഗ് പൂൾ ഇവരുടെ റൂമിന്റെ തൊട്ടടുത്തായിരുന്നു. അതുകൊണ്ട് അവൾക്ക് ഒരു ശബ്ദം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അവളെ മുറിയിൽ പൂട്ടിയിടുന്നതിൽ ചേച്ചിക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷെ വേറെ വഴിയില്ലായിരുന്നു. അവൾക്ക് റേഡിയോ പോലും വെക്കാൻ അനുവാദമില്ലായിരുന്നു. അതുകൊണ്ട് ചേച്ചി അവൾക്ക് വെള്ളക്കാരുടെ പഴയ പുസ്തകങ്ങളും മാസികകളും പത്രങ്ങളും ഒക്കെ കൊണ്ടുകൊടുത്തു. അവൾ കിട്ടിയതെന്തും വായിച്ചു. ഫെയർ ലേഡി, വിമൻസ് വീക്ക്ലി, അങ്ങനെയെല്ലാം. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് തോന്നി ഇവൾ ഒരുപാട് വായിക്കുന്നുണ്ടെന്ന്. അധികം വൈകാതെ അവൾക്ക് ടൗണിലുള്ള ഒരു തുണി ഫാക്ടറിയിൽ ഒരു താൽക്കാലിക ജോലി കിട്ടി. ലേഡീസ് ബൊട്ടീക്കുകളിലേക്കുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയായിരുന്നു അത്. പുതിയ ആളുകളെ കാണാമല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് സന്തോഷമായി. ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാമല്ലോ എന്ന ചിന്ത അവളെ കൂടുതൽ സന്തോഷിപ്പിച്ചു. ഫാക്ടറി 4:30 മണിക്ക് വിടുമായിരുന്നു. എന്നിട്ടവൾ ചേച്ചി ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു പാർക്കിൽ പോയിരിക്കും. 6:30 മണിവരെ അവൾ അവിടെ കാത്തിരിക്കും. വെള്ളക്കാർ കാണാതെ വീട്ടിനകത്തേക്ക് ഒളിച്ചു കിടക്കാൻ വേണ്ടിയായിരുന്നു അത്. രാവിലെ 5:30 മുൻപ് അവൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും വേണമായിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? രാവിലെ 7:30 ബസ് പിടിക്കുന്നതിന് മുൻപ് അവൾക്ക് ഏകദേശം 2 മണിക്കൂറോളം സമയം വെറുതെ കളയാനുണ്ട്. ആ സമയം എന്തു ചെയ്യും? അങ്ങനെയാണ് അവൾ ആ പാർക്കിലെ പബ്ലിക് ടോയ്ലറ്റിൽ പോകാൻ തുടങ്ങിയത്. എന്തുകൊണ്ടോ ആ ടോയ്ലറ്റ് ഒരിക്കലും പൂട്ടാറില്ലായിരുന്നു. അതുകൊണ്ട് അവൾ അകത്ത് കയറി ടോയ്ലറ്റ് സീറ്റിലിരുന്ന് ഏതെങ്കിലും മാഗസിൻ വായിക്കും. ബസ് വരുന്നതുവരെ അവൾ അവിടെ ഇരിക്കും. ആദ്യമായി അവൾ ആ ടോയ്ലറ്റിൽ കയറിയത് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു. സാധാരണയായി അവൾ നേരെ OK ബസാർസിന് പുറത്തുള്ള ബസ് സ്റ്റോപ്പിലേക്കാണ് പോയിരുന്നത്. അവിടെ നല്ല വെളിച്ചമുണ്ടായിരുന്നു. അതുകൊണ്ട് വായിക്കാനും എളുപ്പമായിരുന്നു. പക്ഷെ അന്ന് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് മഴ മാറുന്നതുവരെ ടോയ്ലറ്റിൽ അഭയം തേടാമെന്ന് അവൾ കരുതി. അവൾ വാതിലിൽ മുട്ടിനോക്കി ആരെങ്കിലും അകത്തുണ്ടോ എന്ന്. മറുപടി ഒന്നും കിട്ടാത്തതുകൊണ്ട് അവൾ വാതിൽ തുറന്ന് അകത്ത് കയറി. സ്കൂൾ വിട്ടതിനു ശേഷം എന്തുകൊണ്ടാണ് താൻ ഒന്നും എഴുതാത്തതെന്ന് അവൾ സ്വയം ചോദിക്കാൻ തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾ സ്കൂൾ മാഗസിനിലും മറ്റു മാസികകളിലും കവിതകളും കഥകളും എഴുതുമായിരുന്നു. സ്കൂൾ മത്സരങ്ങളിലും പങ്കെടുക്കുമായിരുന്നു. അവരുടെ ഇംഗ്ലീഷ് ടീച്ചർ അവളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അവൾ ആദ്യത്തെ കവിത ടീച്ചറെ കാണിച്ച ദിവസം അവൾക്ക് ഓർമ്മയുണ്ട്. അന്നവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ആ ദിവസം മുഴുവൻ അവൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പബ്ലിഷ് ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും അവൾക്കന്നറിയില്ലായിരുന്നു. അവളുടെ കഥകൾ അത്ര നല്ലതാണോ എന്നൊന്നും അവൾ ചിന്തിച്ചില്ല. സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതുന്നത് അവൾക്കിഷ്ടമായിരുന്നു. അങ്ങനെ ആ ടോയ്ലറ്റിലെ സ്ഥിരം സന്ദർശികയായ ശേഷം ഒരു വെള്ളിയാഴ്ച അവൾ എന്തെങ്കിലും എഴുതണമെന്ന പ്രതീക്ഷയിൽ ഒരു നോട്ട്ബുക്ക് വാങ്ങി. പക്ഷേ കുറച്ചുകാലത്തേക്ക് അവൾ അത് ഉപയോഗിച്ചില്ല. ഒരു ദിവസം വൈകുന്നേരം അവളുടെ ചേച്ചി പതിവ് പോലെ വ്യാഴാഴ്ച അവധിയെടുത്ത് പുറത്തുപോയിട്ട് വരാൻ വൈകി. അവൾ ജോലി കഴിഞ്ഞു വന്ന് മുറിയിലേക്ക് ഒളിച്ചുകിടക്കാനുള്ള ശരിയായ സമയത്തിനായി പാർക്കിൽ കാത്തിരുന്നു. വെള്ളക്കാർ 6:30-ക്കാണ് അത്താഴം കഴിച്ചിരുന്നത്.
ആ സമയത്താണ് അവൾ അവരെ ശല്യപ്പെടുത്താതെയും അവരുടെ കണ്ണിൽ പെടാതെയും അകത്തേക്ക് കടന്നിരുന്നത്. അവളുടെ വരവും പോക്കും രഹസ്യമായിരുന്നു. കാരണം അവൾ അവിടെ താമസിക്കുന്ന കാര്യം അവർക്ക് ഇപ്പോഴും അറിയില്ലായിരുന്നു. ചേച്ചി തിരിച്ചെത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയ അവൾ ആരും കാണില്ലെന്ന് കരുതി ചേച്ചിയുടെ മുറിയുടെ മുൻപിലിരുന്നു. ഒരു ഡ്രം മാഗസിൻ വായിച്ചുകൊണ്ട് അവൾ അവിടെയിരുന്നു. നായ്ക്കൾ തന്നെ മണം പിടിക്കുന്നതിനു മുൻപ് ചേച്ചി വേഗം വരണേ എന്നവൾ ആശിച്ചു. അവൾ വായനയിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുമ്പോഴാണ് 2 നായ്ക്കൾ കളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരുന്നത് അവൾ കേട്ടത്. പെട്ടെന്നവ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവളെ കണ്ടപ്പോൾ അവയും ഞെട്ടിപ്പോയി. ഒരു നിമിഷം അവർ പരസ്പരം നോക്കി നിന്നു. പിന്നെ അവളെ നോക്കി കുരയ്ക്കാൻ തുടങ്ങി. അവളൊരു വിരൽ അനക്കിയാൽ പോലും അവ തന്നെ കടിച്ചു കീറുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടവൾ അനങ്ങാതെയിരുന്നു. അവൾ അവയെ നോക്കാതിരിക്കാൻ ശ്രമിച്ചു. അവളുടെ ഹൃദയം ശക്തിയായി ഇടിച്ചു. വായ പേപ്പർ പോലെ വരണ്ടുപോയി. അപ്പോഴാണ് നായ്ക്കളുടെ കുരയ്ക്കു മുകളിലൂടെ മദാമിന്റെ ഉയർന്ന ശബ്ദം കേട്ടത്. ഇരീൻ! അതവളുടെ ചേച്ചിയുടെ ഇംഗ്ലീഷ് പേരായിരുന്നു. അവരാ പേര് ഒരിക്കലും ഉപയോഗിക്കാറില്ല. അവൾക്ക് അനങ്ങാനോ മറുപടി പറയാനോ കഴിഞ്ഞില്ല. നായ്ക്കൾ അവളുടെ തൊട്ടു മുന്നിൽ നിൽക്കുകയായിരുന്നു. അവയുടെ പല്ലുകൾ ഭയപ്പെടുത്തുന്ന അത്രയും നീളമുള്ളതായിരുന്നു. മറുപടിയൊന്നും കിട്ടാതായപ്പോൾ എന്തുപറ്റിയെന്ന് നോക്കാൻ മദാം അങ്ങോട്ട് വന്നു. ഓ, നീയായിരുന്നോ? ഹലോ. അപ്പോൾ നായ്ക്കൾ കുര നിർത്തി. പക്ഷെ അവ അവിടെ തന്നെ നിന്ന് മുരളുന്നുണ്ടായിരുന്നു. പ്ലീസ് മാഡം, നായ്ക്കളെന്നെ കടിക്കും. അവൾ അവയിൽ നിന്ന് കണ്ണെടുക്കാതെ യാചിച്ചു. ഇല്ല, അവ കടിക്കില്ല. നീ എപ്പോഴാ വന്നത്? ഞങ്ങൾ കണ്ടില്ലല്ലോ. ഞാൻ കുറച്ചുനേരമായി ഇവിടെയുണ്ട്. എന്റെ ചേച്ചി എവിടെയില്ല. ഞാൻ അവളോട് സംസാരിക്കാൻ കാത്തിരിക്കുകയാണ്. ഓ, അവളിവിടെയില്ലേ? ഞാൻ അവളോട് മെസ്സേജ് പറഞ്ഞോളാം. നീ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. നീ അവളെ കാണാൻ വന്നിരുന്നുവെന്ന് ഞാൻ പറയാം. പിന്നീടുള്ള ഓരോ ദിവസവും അവൾക്ക് നേരത്തെ എഴുന്നേൽക്കണമായിരുന്നു. വിരിപ്പു ചുരുട്ടി ചേച്ചി ഉറങ്ങുന്ന കട്ടിലിനടിയിൽ വെക്കണം. പുറത്ത് ഇരുട്ടാണെങ്കിലും ലൈറ്റ് ഇടാൻ പാടില്ലായിരുന്നു. അവളൊരു മെഴുകുതിരി കത്തിച്ച് സോപ്പുപെട്ടിയും ടൂത്ത്ബ്രഷുമായി ശബ്ദമുണ്ടാക്കാതെ പുറത്തേക്ക് പോകും. 5:30 അവൾ ആ പരിസരത്തു നിന്നും പോയിരിക്കും. ഷൂസ് ബാഗിലിട്ടാണ് പോകുന്നത്. ഗേറ്റിന് പുറത്തെത്തിയ ശേഷമാണ് അവളത് ധരിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചപ്പോൾ രാത്രിയിലെ കടുത്ത തണുപ്പും മൂക്കിൽ നിന്നൊലിക്കുന്ന വെള്ളവും അവൾ മറന്നു. അപ്പോഴാണ് അവളുടെ ചേച്ചി ദൂരെ നിന്ന് നടന്നു വരുന്നത് അവൾ കണ്ടത്. എന്താ നീ തെരുവിൽ നിൽക്കുന്നത് എന്ന് ചേച്ചി അവളെ കണ്ടപ്പോൾ ചോദിച്ചു. നടന്ന കാര്യങ്ങളെല്ലാം അവൾ വേഗം ചേച്ചിയോട് പറഞ്ഞു. ഓ, നീ എന്തിനാ ആദ്യമേ അകത്ത് കയറിയത്? ഞാൻ വരുന്നതുവരെ നീ കാത്തു നിൽക്കണമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അകത്തേക്ക് പോകാമായിരുന്നു. അപ്പോൾ നീ എന്നെ കാണാൻ വന്നതാണെന്നോ മറ്റോ എനിക്ക് പറയാമായിരുന്നു. ഇനി അവർ നിന്നെ വീണ്ടും അകത്ത് കയറുന്നത് കണ്ടാൽ ഞാൻ എന്തു പറയും അവരോട്? ചേച്ചി ദേഷ്യത്തോടെ ഗേറ്റിന് നേരെ നടന്നു. അവൾ മടിച്ചു ചേച്ചിയുടെ പിന്നാലെ പോയി. അവൾ മാപ്പ് പറഞ്ഞു. ഭാഗ്യത്തിന് ആരും ശ്രദ്ധിച്ചില്ല. അവർ വേഗം തണുത്ത ചിക്കനും പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും കഴിച്ചു. ചായ കുടിച്ചു. അവർ പരസ്പരം അധികം സംസാരിച്ചില്ല. അവൾക്കൊരു നായെപ്പോലെ ഓരിയിടാൻ തോന്നി. ആരെങ്കിലും വന്ന് തന്നോട് കൂട്ടുകൂടിയിരുന്നെങ്കിൽ, താൻ ഒന്നിനും കൊള്ളാത്തതാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ചേച്ചിക്ക് തന്നോട് ദേഷ്യമില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, എന്നെങ്കിലും തനിക്ക് താമസിക്കാൻ നല്ലൊരു സ്ഥലം കിട്ടുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ അവൾ ആഗ്രഹിച്ചു. എന്തൊരു സങ്കടകരമായ അവസ്ഥയാണല്ലേ? അടുത്ത ദിവസം രാവിലെ അലാറം അടിക്കുന്നതിനു മുൻപ് അവൾ ഉണർന്നു. ഉള്ളിലെ ഏതോ ഒരു വേദന അവളെ എല്ലാ കാര്യങ്ങളും ഇരട്ടി വേഗത്തിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചു. അവൾ അവളുടെ ടോയ്ലറ്റിലേക്ക് ഓടി. അവളതിനെ എന്റെ ടോയ്ലറ്റ് എന്ന് വിളിച്ചു. കാരണം അവൾക്ക് അങ്ങനെയാണ് തോന്നിയത്. ഗേറ്റിന് പുറത്തുവെച്ച് ഷൂസ് ഇട്ടപ്പോൾ അവളുടെ മനസ്സിനൊരു ഉന്മേഷം തോന്നി. നോട്ട്ബുക്ക് ബാഗിലുണ്ടെന്ന് അവൾ ഉറപ്പിച്ചു. അവൾ വേഗം നടന്നു. അവളുടെ കാലുകൾക്ക് ഭാരം കുറഞ്ഞതുപോലെ തോന്നി. അപ്പോഴാണ് അവൾ ആ മാറ്റം ശ്രദ്ധിച്ചത്. ടോയ്ലറ്റിന്റെ വാതിൽ പെയിന്റ് ചെയ്തിരിക്കുന്നു. പഴയ പൊട്ടിയ ജനൽച്ചില്ലിനു പകരം പുതിയത് വെച്ചിരിക്കുന്നു. വാതിലിന്റെ അടുത്തെത്തിയപ്പോൾ അവൾ സ്വയം ചിരിച്ചു. അധികം വൈകാതെ അവൾ ആ ടോയ്ലറ്റ് സീറ്റിലിരുന്ന് ഒരു കവിത എഴുതാൻ തുടങ്ങി. പിന്നീട് ഒരുപാട് പ്രഭാതങ്ങളിൽ അവൾ അവിടെ ഇരുന്ന് എഴുതി. ചിലപ്പോൾ അത് കവിതയാകണമെന്നില്ല. സംസാരിക്കാൻ ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ അവൾ എങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നോ അതുപോലെ മനസ്സിൽ വന്നത് എന്തും അവൾ എഴുതി. ചില ദിവസങ്ങളിൽ താൻ ചേച്ചിയിൽ നിന്ന് എന്തോ ഒളിച്ചുവെക്കുന്നതായി അവൾക്ക് തോന്നി. പാർക്കിലെ തന്റെ ടോയ്ലറ്റിനെക്കുറിച്ച് ചേച്ചിക്ക് അറിയില്ലായിരുന്നു. അവളുടെ നോട്ട്ബുക്കിനെക്കുറിച്ചറിയാൻ ചേച്ചിക്കൊരു താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം രാവിലെ, തലേ ദിവസം ജോലിസ്ഥലത്ത് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചൊരു കഥ എഴുതണമെന്ന് അവൾ ആഗ്രഹിച്ചു. 2 ഡ്രസ്സുകൾ മോഷ്ടിച്ചവരെ കണ്ടിട്ടും സൂപ്പർവൈസറെ വിളിക്കാത്തതിന് പേരിൽ അവരവളോട് നിലവിളിച്ചതൊക്കെ അവളുടെ ഓർമ്മയിലേക്ക് വന്നു. വാതിലിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അവൾ ചിരിക്കുകയായിരുന്നു. പക്ഷെ വാതിൽ തുറന്നില്ല. അത് പൂട്ടിയിരുന്നു. ഒരുപക്ഷെ ആദ്യമായി ആ ടോയ്ലറ്റ് തന്റേതല്ലെന്ന് അവൾ അംഗീകരിച്ചു.
അവൾ പതുക്കെ അടുത്തുള്ള ബെഞ്ചിലേക്ക് നടന്നുപോയി. വസന്തകാലത്തെ സൂര്യൻ ഉദിച്ചുയരുന്നത് നോക്കിയിരുന്നു. എന്നിട്ടവൾ ആ കഥയെഴുതി. പിന്നെ നമ്മുടെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകളുള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 8006-006-636 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.